ഇന്ത്യ മാത്രമല്ല കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. അത് മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മുൻ UK മന്ത്രിയുടെ ഒരു പ്രസ്താവന. ഇപ്പോൾ മുൻ UK മന്ത്രി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. രാജ്യ തലസ്ഥാനത്ത് അടുത്തിടെ നടന്ന ഈ പ്രതിഷേധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് പോലുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. മുൻ UK മന്ത്രി റോറി സ്റ്റുവർട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് സ്റ്റുവർട്ട് ഇക്കാര്യം പറഞ്ഞത്. ഇത് ബംഗ്ലാദേശിലേതുപോലെ ഒരു സാഹചര്യത്തിൻ്റെ തുടക്കമാകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഷെയ്ഖ് ഹസീനയും വളരെ ശക്തിയും അജയവുമായി കാണപ്പെട്ടിരുന്നു എന്ന് ഓർമ്മിക്കുക. പക്ഷേ ഒടുവിൽ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. സമീപകാല CJP പ്രതിഷേധങ്ങളെ മുൻകാല പ്രകടനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് മുൻകാലങ്ങളിൽ മോദി സർക്കാരിന് പ്രതിഷേധങ്ങളെ മുസ്ലിം കോണിലൂടെ ചിത്രീകരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അത് സാധ്യമായിട്ടില്ല. നേരത്തെ പ്രതിഷേധങ്ങൾ പ്രധാനമായും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ, മതേതര പ്രവർത്തകർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെ എളുപ്പത്തിൽ ഒരു ക്യാമ്പിലേക്ക് തള്ളിവിടാൻ കഴിഞ്ഞു. അവരെ ഇടതുപക്ഷക്കാരായി മുദ്രകുത്തി. അവർക്കെതിരെ ഒരു മുഴുവൻ ട്രോൾ സൈന്യവും അഴിച്ചുവിട്ടു. ജോർജ് സോറോസ് തങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് മോദി അനുകൂലികൾ അവകാശപ്പെട്ടു. അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. അവർ അത് വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇത്തവണ ആളുകൾക്ക് പോലീസിനെ ഭയമില്ല എന്നാണ് സ്റ്റുവർട്ട് പറയുന്നത്. ഇന്ത്യയുടെ പ്രതിഷേധങ്ങൾ നേപ്പാളിലെ പ്രതിഷേധങ്ങളെപ്പോലെ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി അസ്തമിക്കാൻ പോകുന്നില്ല. ഇതൊരു തുടക്കമായിട്ടാണ് താൻ കാണുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ വലിയ കുഴപ്പത്തിലായിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. ബംഗ്ലാദേശ് ശൈലിയിൽ മോദിയെ സ്ഥാനഭ്രഷ്ടനാക്കി മാറ്റിയിരിക്കുമെന്നും സ്റ്റുവർട്ട് നിലവിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.